ചെയ്യേണ്ട ഒരു സാധാരണ നാളെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അലക്കപ്പാടിയിൽ ഉറൂസ് നടക്കുന്നു, അവിടെ പോന്നു. അവിടെ പോയിട്ട് അവിടെയുള്ള മഹാന് എന്നെ സഹായിക്കാൻ കഴിയും, സ്വന്തമായ കഴിവുണ്ട്, അല്ലെങ്കിൽ മൊഹിദി ഷേഖിന് സ്വന്തമായ കഴിവുണ്ട്, അള്ളാഹിനെ തന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാണ് നിൽക്കുക. പക്ഷെ മുസ്ലിങ്ങൾ ആരും, ലോകത്തുള്ള ഒരു മുസ്ലിമും വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഒരു മുജാഹിദ് വന്നിട്ട് ഒരു 365 സിദ്ധികൾ മൈക്കട്ടി പ്രസംഗിച്ചിട്ട് ഇവിടുത്തെ സുന്നികൾ അന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവൂല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉണ്ടാവൂല, നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂല. ഒരാളങ്ങനെ ആക്ഷേപിക്കുന്നുള്ള കാരണത്താറില്ല. അങ്ങനത്തെ ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? അള്ളാഹു കൊടുത്ത സഹായം കൊണ്ട് മാത്രമേ അവർ സഹായിക്കുന്നുള്ളൂ. അവർക്ക് സ്വന്തമായി ഉപകാരം ഉപദ്രവം ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെ അവർക്ക് സ്വന്തമായ ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാലോ അയാൾ നോക്കാൻ. അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ. തവസ്സുൽ ഇസ്തിഗാസ പലപ്പോഴും വിശ്വാസം പലപ്പോഴും നമുക്കാണ് എന്താണ് തവസ്സുൽ, എന്താണ് ഇസ്തിഗാസ, പിന്നെ അതിന്റെ സമതീയത്തും ഉലൂഹിയത്തും എന്നൊക്കെ പറഞ്ഞ വിശദമായ ഭാഗങ്ങളുണ്ട്. അതാണ് ഞാൻ സമതീയത്തിൽ ഇപ്പോൾ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അത് വിശദമായ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം, ഈ വിഷയം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒരു തവസ്സുലും ഇസ്തിഗാസയും സമതീയത്തും ഉലൂഹിയത്തും ഒക്കെ പറഞ്ഞ് വിശദമായി നമ്മളെ ശരീരക തഫ്സീറുകൾ തന്നെ നമ്മൾ അതിന് വിഭാഗത്തടക്കം പഠിച്ചു വെക്കണം. എന്നാൽ തന്നെ നമുക്ക് ഉസ്താദുമാരോ അല്ലെങ്കിൽ പേരോടോ സഖാഫിയോ തന്നെ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു അവസ്ഥ തന്നെ വരില്ല, വരൂല. നമുക്ക് തന്നെ അതിന്റെ വിശദീകരണം പഠിച്ച് തന്നെ ചെപ്പിങ് വിട്ട് കഴിഞ്ഞാൽ സുന്ദരമായി അവരെ കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി തരാൻ കഴിയും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 2 മാസന്മാരാണ് മറുപടി പറയുന്നത്. അതിനെപ്പോലെ ബാനിട്ട് 2 മാസന്മാർ ചെപ്പിങ് വെച്ച് മറുപടിയാണ്. സഖാഫിമാർക്ക് ഇപ്പം വളരെയധികം ശ്രമത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് വലിയൊരു ആനക്കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം? തവസ്സുൽ എന്താണ്, ഇസ്തിഗാസ എന്താണ്, അതിന്റെ തെളിവുകൾ നമ്മൾ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും കിതാബുകളോ അതുപോലെ തന്നെ നമ്മളെ പ്രേമ സഖാഫി മാളികന്റെ സുന്നത്തി ജമാഅത്തോ അതുപോലെ വിശദമായിട്ട് മലയാളത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വിശദീകരിക്കുന്ന പുസ്തകമുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ പിന്നെ തൗഹീദുൽ സമഗ്ര പഠനം. അതൊക്കെ ഇരുത്തി നമ്മൾ വായിക്കാനും പഠിക്കാനും ശ്രമിച്ചാൽ നമ്മളെ ഈമാൻ നാട്ടിൽ ആരെയും സുന്നത്തി ജമാഅത്ത് വ്യതിചലിച്ചു പോയ മുജാഹിദ് കാലത്ത് സുന്നത്തി ജമാഅത്ത് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ എന്നും സുന്നത്തി ജമാഅത്ത് നിലനിൽക്കുന്ന ഒരു ആളായി ഈമാൻ മാറാൻ കഴിയും. അള്ളാഹു നമ്മൾക്ക് അവസാനം വരെ സുന്നത്തി ജമാഅത്ത് നിലനിർത്തുകയും ഈമാനോടെ അർപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ.